എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പുളിയാണ്. ഞങ്ങളുടെ പുരയിടത്തിൽ ഒരു ചെറിയ പുളിമരമുണ്ട്. അതിൽ നിന്ന് കിട്ടിയ പുളിയാണ്. ഞാൻ ഇവിടെ പുളി കുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ പുളുങ്കുരുവാണ് ഇത്. കുറച്ച് നേരത്തെ ഉണക്കി വെയിലത്തെച്ച് ഉണക്കി വെച്ചതുണ്ട്. ഇതൊക്കെ ഉണക്കി വെച്ചതാണ്. ഇപ്പോഴും ഉണക്കുന്നുണ്ട്. പിന്നെ കറി വയ്ക്കാനൊക്കെ ഇതിൽ നിന്ന് ശകലം ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ പുളുങ്കുരു കണ്ടപ്പോൾ 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഷീബ എന്നാണ് അവളുടെ പേര്. ഞങ്ങളെ പള്ളിയിൽ മതപ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് രാത്രി 10 മണിക്കാണ് മതപ്രസംഗം തുടങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്, അവളെ വീട്ടിൽ പുളിമരമുണ്ട്, വലിയ പുളിമരമാണ്. ഞാൻ അവളെ വീട്ടിൽ പോയിട്ടുണ്ട്, ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് അവൾ പുളുങ്കുരു കുത്തി കൊണ്ടുവരുമായിരുന്നു. മതപ്രസംഗം കേൾക്കാൻ വരുമ്പം പുളുങ്കുരു വറുത്ത് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് ഞങ്ങൾ രാത്രി 10 മണിക്കാണ് തുടങ്ങുന്നത്. മതപ്രസംഗം കേൾക്കുമ്പം ഞങ്ങളിത് തിന്ന് ഉറങ്ങാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും 1 മണി വരെ. ഇന്നത്തെ പോലെയല്ല. ഇന്ന് 7 മണിക്ക് മതപ്രസംഗം തുടങ്ങിയാൽ 9:30-10 മണിക്ക് തീരും. അന്ന് 1 മണിക്കൊക്കെയാണ് തീരുന്നത്. അന്ന് പന്തമൊക്കെ കത്തിച്ചാണ് ആൾക്കാർ വീടുകളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ലൈറ്റുള്ളവരും ഉണ്ട്, എങ്കിലും ഏറെക്കുറെ ആൾക്കാരും പന്തങ്ങളൊക്കെ കത്തിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വാപ്പായും പന്തം കത്തിച്ചാണ് ഞങ്ങൾ മക്കളും വാപ്പായും ഞാനും ഒക്കെ വീട്ടിൽ പോയത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടില്ല. 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞ് പോയെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ആറ്റിങ്ങൽ വെച്ച് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടിരുന്നു. ഓടി വന്ന് മിണ്ടാൻ പോയപ്പോൾ അവൾ ബസ് കയറി പോയിരുന്നു. ബസ് കയറി പോയിരുന്നു. പിന്നെ കണ്ടില്ല. പിന്നെ 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് എൻ്റെ ഫ്രണ്ട് മരിച്ചു പോയെന്നാണ്. ഒരു നല്ല സുഹൃത്തായിരുന്നു. ആ സുഹൃത്ത് പുളുങ്കുരു വറുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ തിന്ന കാലം ഓർമ്മിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.